ഇത് എത്ര കിലോയുള്ള വെഡ്ഡിംഗ് ഗൗൺ ആണെന്ന് അറിയാമോ? ഏകദേശം ഒരു 10 kg വരും. ശരിക്കും ഇങ്ങനെയുള്ള ഒരു ഹെവി വെഡ്ഡിംഗ് ഗൗൺസ് ഡിസൈൻ ചെയ്യുന്നത് ഒരു കംഫർട്ട് എഞ്ചിനീയറിംഗ് ആണെന്ന് ഞാൻ പറയും. ഇതിൽ പ്രോപ്പറായിട്ട് നമ്മൾ ചെയ്യേണ്ടത് കറക്റ്റ് ആയിട്ടുള്ള വെയിറ്റ് ഡിസ്ട്രിബ്യൂഷൻ ആണ്. ഇതിപ്പോൾ ഇവിടെ ചെയ്തേക്കുന്നതിൻ്റെ ടോപ്പ് പോർഷൻ ചെയ്തേക്കുന്നത് ട്രാൻസ്പെറൻ്റ് ആയിട്ടാണ്. അതായത് ഇങ്ങനെ വരുമ്പം പ്രോപ്പറായിട്ട് വെയിറ്റ് ഡിസ്ട്രിബ്യൂഷൻ ചെയ്തില്ല എങ്കിലുള്ള പ്രോബ്ലം ഷോൾഡറിന് പെയിൻ വരാൻ തുടങ്ങും. അതിന് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട ഏരിയ ആണ് ബോഡീസ് എന്ന് പറയുന്ന പോർഷൻ. അതായത് ബോഡീസിലേക്കുള്ള സ്ട്രക്ചർ പ്രോപ്പർ ആണെങ്കിൽ ഇതിൻ്റെ വെയിറ്റ് പ്രോപ്പറായിട്ട് ബോഡീസിലേക്ക് പ്രൊപ്പോർഷനായിട്ട് കൊടുക്കും. അതേപോലെ വരുന്ന രണ്ടാമത്തെ ഒരു പ്രോബ്ലമാണ് വേസ്റ്റിന് വരുന്ന ടെൻഷൻ. ദാറ്റ് മീൻസ് നമ്മൾ മിക്കപ്പോഴും കണ്ടിട്ടുണ്ടാവും ബ്രൈഡ്സ് നിന്നിട്ട് ഈ വേസ്റ്റിൻ്റെ ഏരിയയിൽ നിന്ന് താഴേക്ക് പുള്ളി ചെയ്യും എപ്പോഴും. അതെന്താണെന്ന് വെച്ചാൽ പ്രോപ്പറായിട്ട് വേസ്റ്റിലേക്കുള്ള ഡിസൈൻ അല്ലെങ്കിൽ അതിൻ്റെ അകത്തെ സ്ട്രക്ചർ ശരിയായിട്ട് പോവാത്തതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. നെക്സ്റ്റ് ഇതേപോലെയുള്ള ഹെവി ഗൗൺസിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് എങ്ങനെയാണ് അതിൻ്റെ ഇൻറ്റേർണൽ സ്ട്രക്ചറിങ് കൊടുത്തേക്കുന്നത്. അവിടെയാണ് മെയിനായിട്ട് ക്യാൻ യൂസേജ് വരുന്നത്. അതായത് ക്യാൻസ് പല ലെയേഴ്സ് യൂസ് ചെയ്യാം. അതിൻ്റെ അകത്ത് തന്നെ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ വെൽക്രോ, അതേപോലെ തന്നെ ക്രേപ്പ്, പിന്നെ അതേപോലെ തന്നെ ജോർജറ്റ്സ്, അങ്ങനത്തെ എല്ലാ ഫാബ്രിക്സും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ അത് ലൈറ്റ് വെയ്റ്റ് ഫീലിംഗ് കൊടുക്കുകയും പല ലെയേഴ്സിൽ നമ്മൾ സ്റ്റിഫ്നെറ്റ് ആഡ് ഓൺ ചെയ്യുന്നത് കൊണ്ട് തന്നെ ആ ഒരു കംഫർട്ടിലേക്ക് നമ്മളെ എത്തിക്കുകയും ചെയ്യും. അപ്പോൾ ഇതുപോലുള്ള ഹെവി ആയിട്ടുള്ള വെഡ്ഡിംഗ് ഗൗൺസ് ഇടുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് ഇത് ഹെവി ആയിട്ട് തോന്നുന്നത് ഗൗണിൻ്റെ ഹെവിനെസ് കൊണ്ട് മാത്രമല്ല, അത് പ്രോപ്പറായിട്ട് അതിൻ്റെ അകത്തെ വെയിറ്റ് ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് സ്ട്രക്ചർ ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ വെഡ്ഡിംഗ് ഡേയുടെ അന്ന് നിങ്ങൾ ഓർത്തിരിക്കേണ്ടത് നിങ്ങളുടെ ഹാപ്പി മൊമെൻറ്റ്സ് ആയിരിക്കണം, ഒരിക്കലും ഡിസ്കംഫർട്ട് ആൻഡ് പെയിൻഫുൾ മൊമെൻറ്റ്സ് ആവരുത്.